കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ ആലപ്പുഴയിലുള്ള നവീകരിച്ച ഫാക്ടറി സമുച്ചയത്തിന്റെയും ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 10 നടക്കും. കയർ കോർപ്പറേഷൻ അങ്കണത്തിൽ ശനിയാഴ്ച രാവിലെ 10 കയർ മന്ത്രി അടൂർ പ്രകാശ് നവീകരിച്ച ഫാക്ടറി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1969 കേരളത്തിലെ കയർ മേഖലയെ സംരക്ഷിക്കുവാനും കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് യഥാർത്ഥ കൂലിയും ഉൽപാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ വിലയും നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി രൂപീകരിച്ചതാണ് കയർ കോർപ്പറേഷൻ. കയർ കോർപ്പറേഷൻ്റെ സഞ്ചാരവീഥിയിൽ ഒട്ടനവധി പ്രശ്നങ്ങളും ഒട്ടനവധി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും കോർപ്പറേഷൻ എന്നത് വിജയകരമായി കയർ മേഖലയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുമ്പ് വരെ കയർ കോർപ്പറേഷൻ ഭാരിച്ച നഷ്ടത്തിലായിരുന്നു. അതേസമയം കഴിഞ്ഞ 7 വർഷക്കാലമായി ആ നഷ്ടമെല്ലാം നികത്തി ഇന്ന് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കയർ മേഖലയ്ക്ക് നവജീവൻ പകർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആലപ്പുഴ തന്നെ ഇതിൻ്റെ ഈ നവീകരിച്ച ഫാക്ടറി സമുച്ചയം എന്ന് പറയുമ്പോൾ 4 കോടി രൂപ കേരള സർക്കാർ ഇതിൻ്റെ നവീകരണത്തിനായിട്ട് നൽകി. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഈ നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലാളികളുടെ ക്ഷേമം. ആ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള, അവരുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. MP KC വേണുഗോപാൽ ആധുനിക ഡിസ്പ്ലേ റൂമിന്റെയും കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനവും സുധാകരൻ MLA എക്സ്പോർട്ട് വെയർ ഹൗസിന്റെയും ഉദ്ഘാടനവും നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി ഫാക്ടറി ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യും. കയർ കോർപ്പറേഷൻ കഴിഞ്ഞ ഓണക്കാലത്ത് നടത്തിയ വിപണന മേളകളിൽ പ്രഖ്യാപിച്ചിരുന്ന സമ്മാന വിതരണവും ഒപ്പം നിശ്ചിത ടാർഗറ്റിനുള്ളിൽ ഓണവിപണിയിൽ വിൽപ്പന നടത്തിയ സ്റ്റാളിംഗ് ചാർജിനുള്ള സ്വർണ്ണ നാണയ വിതരണവും ചടങ്ങിൽ നൽകും.